രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായതിനു ശേഷം കൊണ്ടുവന്ന ഈ മയക്കുമരുന്ന് കേസുകളിൽ കൊണ്ടുവന്ന ഈ ഓപ്പറേഷൻ തൂഫാൻ, അത് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ പലരും ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നൊക്കെ വിമർശിച്ചെങ്കിലും ഇപ്പോൾ ഇത് വലിയൊരു വിജയമായി മാറിക്കഴിഞ്ഞിരിക്കും. അതെ, ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ജയിലുകൾ നിറഞ്ഞു കവിയുകയാണെന്നാണ്. പല ജയിലിലും ഈ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന പ്രതികളെ കിടത്താൻ സ്ഥലമില്ലാത്ത അവസ്ഥ എത്തിയിരിക്കുന്നതാണ്. അതായത് കേരളത്തിലുള്ള ജയിലുകളിലുള്ളതിൻ്റെ 3 ഇരട്ടി തടവുകാരിപ്പോൾ ഈ അവിടെ ഉണ്ട്. ഉൾക്കൊള്ളാവുന്നതിൻ്റെ 3 ഇരട്ടി തടവുകാരുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു വലിയ മുന്നേറ്റമാണ്. സാമൂഹിക മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം. ഇന്ന് പാലക്കാട് ദമ്പതികളടക്കം 1 കോടിയിലധികം രൂപ വില വരുന്ന മയക്കുമരുന്ന് സാധനം പിടികൂടിയിട്ടുണ്ട്. ഈ പിന്നെ നമ്മൾ ഈ അതിഥി തൊഴിലാളികളുടെ ഇടയിലും ഇതിന് കാര്യമായ ഒരു പ്രചാരണം കൊടുത്തല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പണിക്ക് വരുന്ന ഒരു ബംഗാളിയാണ്, കൽക്കട്ടക്കാരൻ, മാൾഡ എന്ന് പറഞ്ഞിട്ട്. അപ്പം കഴിഞ്ഞ 2 ഞായറാഴ്ച ദിവസമേ ആശാൻ വരത്തുള്ളൂ. അപ്പോൾ അല്ലാത്ത ദിവസം അദ്ദേഹത്തിന് വേറെ പണികളുണ്ട്. അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസം വരും. അപ്പം വരുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അയാൾ വളരെ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ, വീടുകാർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുക. അപ്പം പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില അവന്മാർക്ക് ഈ പരിപാടിയുണ്ട്. നമ്മുടെ മന്ത്രി പറഞ്ഞു ഇങ്ങനെ ഇവന്മാരെ പറയണം, പോലീസിനോട് പറയണം എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഒത്തിരി പേരെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പിടിച്ചിട്ടുണ്ട്. പിടിച്ചതുകൊണ്ട് ഇനി ഇപ്പോൾ അതിനകത്തൊരു പേടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഇതില്ലാതെ പോകുന്നു. ഞങ്ങൾക്ക് കൂടി പേരുദോഷമാണ് എന്നാണ് പുള്ളി പറയുന്നത്. അതായത് ഞങ്ങൾ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന ഞങ്ങൾക്ക് കൂടി പേരുദോഷമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ, അതാണ് അയാൾ പറഞ്ഞത്. ശരിക്കും അയാളുടെ ഒരു ഇൻ്റർവ്യൂ എടുത്ത് കൊടുത്താൽ നമുക്ക് കേരളത്തിൽ വന്നിട്ട് അയാളുടെ ഒരു അനുഭവമാണ് അയാൾ പറയുന്നത്. ഭയങ്കര രസകരമായിട്ടാണ് നമുക്ക് തോന്നിയത്. അയാൾ പറയുന്നത് കേരളം നല്ല സ്റ്റേറ്റാണ്, ജീവിക്കാൻ നല്ല സ്റ്റേറ്റാണ് എന്നൊക്കെയാണ് പറയുന്നത്. പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഗൾഫാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പറയാം ഇത് ഞങ്ങളുടെ ഗൾഫാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇയാൾ പറഞ്ഞാണ് ഈ തൂഫാൻ്റെ കാര്യം പറഞ്ഞത്. തൂഫാൻ വന്നതോടുകൂടി ഇവന്മാർ ഈ ദാരു അടിക്കും. ദാരു എന്ന് പറഞ്ഞാൽ ഈ മദ്യത്തിനാണ് അവർ ദാരു എന്ന് പറയുന്നത്. അതിനൊപ്പം ഈ കഞ്ചാവും മറ്റേ സാധനവും അടിക്കും, പൊടിയാണെങ്കിലും എല്ലാം അടിക്കും. ഇങ്ങനെയുള്ളവന്മാരാണ് അക്രമാസക്തരാകുന്നതും ചിലയിടങ്ങളിലൊക്കെ കൊലപാതകങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അതാണ് ചില ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ വരുന്നതാണ്. എന്താണെങ്കിലും തൂഫാന്റെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. നിലവിൽ 1005 പേരാണ് ജയിലിൽ കിടക്കുന്നത് ഈ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം. അതിൽ തന്നെ അതിൽ കൂടുതൽ ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ ക്വാണ്ടിറ്റി ഉള്ളവരെ വിടും, വലിയ ക്വാണ്ടിറ്റി ഉള്ളവരെ മാത്രമേ ജയിലിൽ അടയ്ക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇപ്പോൾ കോടതികൾ ഇപ്പോൾ പഴയതുപോലെ ആൾക്കാരെ ജയിലിൽ അടയ്ക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നില്ല. ഈ റിമാൻഡ് തടവുകാരാണെങ്കിൽ പോലും പല ആൾക്കാരെയും നിസ്സാര കുറ്റത്തിനൊന്നും ഇപ്പം റിമാൻഡിൽ വിടാറില്ല. അതാണ് ചെയ്യുന്നത്. ജാമ്യമില്ല വകുപ്പൊക്കെ ആണെങ്കിൽ പോലും അല്ലാതെ അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഈ ഒരു സംഭവം തൂഫാൻ വന്നതോടുകൂടി നമ്മുടെ ഇവിടേക്കുള്ള ഒരു മയക്കുമരുന്നിൻ്റെ ഒഴുക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളിപ്പോൾ തന്നെ അറിയാം, ഈ വി.ഡി. സതീശൻ്റെ പേരിൽ ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് മുഹമ്മദ് ഹുസൈൻ, അവനും അവൻ്റെ ഗ്യാങ്ങും ഇവിടെ എറണാകുളം തൊട്ട് കാസർഗോഡ് വരെ പോയത് വി.ഡി. സതീശന്റെ പേര് പറഞ്ഞ അതെ എല്ലായിടത്തും കൊടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇവന്മാരെ പലയിടത്തും പോലീസ് തടഞ്ഞിരുന്നു. പക്ഷെ അവിടെ എല്ലാം അവൻ പറഞ്ഞ പേര് ഈ വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ എന്താണ് ഈ നിലവിലുള്ള സോഷ്യൽ മീഡിയ ടീമിന്റെ ലീഡറാണെന്ന് പറഞ്ഞിട്ടാണോ എല്ലായിടത്തും കാണിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്, കണ്ടോ എന്നുള്ളത്. അങ്ങനെ പോയതാണ്. എങ്കിൽ പോലും ഇപ്പം മുഖ്യമന്ത്രിയുടെ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നു. അവന് നേരെ പിന്നെ പിടിച്ച് അകത്തിടുക. ഇത് വേണം. നമ്മുടെ കേരളത്തിലെ പുതിയ ഒരു വലിയ തലമുറ തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇത് പോകുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ ഇരകളായിട്ടുണ്ട്. അത് പ്രധാനമായും മെഡിസിൻ, എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്നവരുൾപ്പെടെ, അല്ലെങ്കിൽ MBA പഠിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരിൽ പെടുന്നുണ്ട്. ഒരുപാട് ഡോക്ടർമാരെയും മെഡിസിൻ വിദ്യാർത്ഥികളെ ഇപ്പോൾ പോലീസ് പിടിക്കുന്നുണ്ട് ഈ കേസുകളെ ബന്ധപ്പെട്ട്. ഇത് നമ്മൾ എന്ത് ധൈര്യത്തിൽ ഇവരെ അടുത്ത് നമ്മൾ ചെല്ലും? നമ്മുടെ സർജറി നടത്താനൊക്കെ ഇവർ വരുമ്പോഴേ ഒരു പൈലറ്റിൻ്റെ ഇടയ്ക്ക് എയർഇൻഡിയയിൽ നമ്മൾ കണ്ടതല്ലേ, അയാൾ മരുന്നടിച്ചിരുന്നു എന്നാണ് ആരോപണം. അയാൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾ പറയുന്നത് അയാൾ വേറെ എന്തോ സെഡേറ്റീവ് ഉള്ള ഗുളിക കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതെ, പക്ഷേ അയാൾ ലഹരിയിലായിരുന്നു എന്നുള്ളതാണ്, സെഡേഷനിലായിരുന്നു എന്നുള്ളതാണ്. അതെ, ആകാശത്ത് വെച്ച് ഒരാൾ ലഹരിയിലായുള്ള അവസ്ഥകളൊന്നും സങ്കല്പിക്കാൻ ഭൂമിയിലാണെങ്കിൽ വല്ലവനെയും കൊണ്ടിരിക്കും, ആകാശത്ത് ഇവരെന്തോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് സംഭവിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ തന്നെ പിടിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ഇങ്ങനെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു എന്ന് അറിയുമ്പോണ്ടല്ലേ മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങോട്ടുള്ള ഒഴുക്കൊന്ന് കുറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിപ്പോൾ പാലക്കാട് പിടിച്ചവരൊക്കെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നായിരുന്നു ഇങ്ങോട്ടത്തേക്ക്. ഇതിപ്പോൾ നമ്മുടെ ഒരു കണക്ക് ഇതിൻ്റെ വരുന്നുണ്ട്. ഈ
ലഹരി മരുന്ന് പിടികൂടിയതിൻ്റെ അല്ല, ജയിലിൻ്റെ ദുരവസ്ഥയുടെ ഒരു കണക്ക്. ജയിലിൽ തടവുകാർ എത്രയും കൂടുന്നു അത്രത്തോളം ഗാർഡുമാരും കൂടേണ്ടതാണ്. പക്ഷേ ഇവിടെ ഗാർഡുമാരുടെ എണ്ണവും വളരെയധികം കുറവാണ്. 1005 പേരെയാണ് ഈ തൂഫാൻ, ഒരു 2-2.5 മാസമായില്ലേ, 1005 പേരെയാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ജൂൺ 2-നാണ് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് 2 മാസമായി. 2 മാസം കൊണ്ടാണ് ഈ 1005 പേര്. അതിൽ കൂടുതൽ ഒരുപാട് ആൾക്കാരെ കസ്റ്റഡി എടുത്തിരുന്നു. കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളവരെയൊക്കെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടുന്നുമുണ്ട്. അപ്പോൾ ബാക്കിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ജൂലൈ 23 വരെ തൂഫാനുമായി ബന്ധപ്പെട്ട കേസുകളിൽ 1005 പേരെ കസ്റ്റഡി എടുത്തു. ഇതിൽ 7516 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള കേരളത്തെ ജയിലുകളിൽ നിലവിൽ 9979 തടവുകാർ. ഫലത്തിൽ 2000-ലധികമാണ് തടവുകാരുടെ എണ്ണം. അതാണ്. അപ്പോൾ അത്രയും അധികം വന്ന് കിടക്കുന്നു. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ 727 പേരെ ആണ് പാർപ്പിക്കാവുന്നത്. അവിടെ നിലവിൽ 1580 പേരുണ്ട്. കൃത്യ ഇരട്ടി. പിന്നെ മറ്റ് സെൻട്രൽ ജയിലുകളിലും, അതായത് കണ്ണൂരിൽ 948 പേരെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. അവിടെ 1020 പേരുണ്ട്. അതുപോലെ തവനൂർ ജയിലിൽ 568 പേരെയാണ് ഇടാവുന്നത്. അത് 747 പേര് ഉണ്ട്. അപ്പോൾ ഈ ജയിൽ വകുപ്പ് നിന്ന് ഇപ്പം ശ്രീത്ത് ജയിൽ മേധാവി ആയിട്ട് വന്നല്ലോ, ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് കേരളത്തിലെ ജയിലുകളിൽ സ്ഥലമില്ല. ജയിലുകൾ ഇപ്പം തന്നെ നമുക്കറിയാം, ഞങ്ങൾക്ക് പത്തനംതിട്ട ജില്ലാ ജയിലുണ്ട്, അത് പൊളിച്ചിട്ട് വർഷങ്ങളായി. സരിത കടന്നതൊക്കെ പത്തനംതിട്ടയൊക്കെ കടന്നിട്ടുണ്ട്. അപ്പം പൊളിച്ചിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ അതിനുശേഷം അത് പണിഞ്ഞിട്ടില്ല. ഈ പഴയ ജയിലിൻ്റെ ഗേറ്റ് അവിടെ ഉണ്ട്. നമുക്ക് അതിനകത്തൂടെ നോക്കുമ്പോൾ അകത്തെങ്ങാണ്ട് ചെറിയ തോതിലൊക്കെ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ജയിലില്ല. ഈ ജില്ലാ ജയിൽ വന്നാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ജില്ലയിൽ നിന്നുള്ള തടവുകാരെ മൊത്തം അവിടേക്ക് പാർപ്പിക്കാം. ഇപ്പം ഇവിടുന്ന് ഒന്നി മാവേലിക്കരയ്ക്കാണ് വിടുന്നത്, പത്തനംതിട്ട, അല്ലെങ്കിൽ കൊട്ടാരക്കര. ഇനി ആ വനിതകളാണെങ്കിൽ നേരെ ഇവിടെ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് വിടും. അപ്പം ഈ ജയിലുകൾ പലയിടത്തും നവീകരിച്ചിട്ടില്ല, പുതുക്കി പണിഞ്ഞിട്ടില്ല. അതുപോലെ പൊളിച്ചു മാറ്റി പത്തനംതിട്ട പോലുള്ള സ്ഥലത്ത് പുതുതായിട്ട് നിർമ്മിച്ചിട്ടുമില്ല. അതുപോലെ തടവുകാരുടെ എണ്ണം ജയിൽ മാനുവൽ പ്രകാരം ഓരോ 8 മണിക്കൂറിലും 6 തടവുകാർക്ക് 1 ഗാർഡ്, 6 പേരെ നോക്കാൻ 1 ഗാർഡ്, 8 മണിക്കൂർ ഡ്യൂട്ടിയാണ്. അങ്ങനെ 3574 ഗാർഡുകൾ വേണ്ട സ്ഥാനത്ത് 1731 പേര് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വളരെ ഗൗരവകരമായ സിറ്റുവേഷനാണ്. കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നു, പക്ഷേ അതനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ജയിലിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഓപ്പറേഷൻ തൂഫാൻ വലിയ ഒരു സാമൂഹിക മാറ്റത്തിനും വലിയ ഒരു ജനകീയ മുന്നേറ്റത്തിനും വഴിതെളിച്ച ഒരു പരിപാടിയാണ്. ഓപ്പറേഷൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. ഈ ഓരോ സർക്കാരും വരുമ്പോൾ അവരുടെ വിജയം എന്ന് പറഞ്ഞാൽ അവർ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നതിലാണ്. ഈ സർക്കാർ വന്നതിൽ ഏറ്റവും അവർ ആദ്യം തന്നെ കൊണ്ടുവന്നതും വിജയകരമായി നടപ്പിലാക്കുന്നത് ഓപ്പറേഷൻ തൂഫാൻ തന്നെയാണ്. ഇനിയും മറ്റെല്ലാ വകുപ്പുകളും ഇത്തരത്തിൽ അവരവരുടേതായ എക്സ്ക്ലൂസീവായിട്ടുള്ള ഇത്തരം ചില പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ല രീതിയിൽ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ സഹായകരമാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഓപ്പറേഷൻ തൂഫാനും ഉണ്ട്, ഓപ്പറേഷൻ തണ്ടറും ഉണ്ട്. അത് രണ്ടുമുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞൊരുത്തൻ ഗുളിക കടത്താൻ ശ്രമിച്ചത്. അവരെ പിടിച്ച് അകത്തിട്ടിട്ട് പോലും ഇപ്പോഴും സതീശൻ്റെ കൂടെ വയ്ക്കുന്ന ഫോട്ടോ വെച്ച് എല്ലാ ദിവസവും രാവിലെ കാണും. ഈ റിപ്പോർട്ടർ ചാനലുകാരെ മാത്രമാണ് ആ വാർത്ത കൊടുത്തിരുന്നത്, വേറെ അല്ലാതെ അവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ മാത്രം. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഓപ്പറേഷൻ തൂഫാൻ കാരണം നമ്മുടെ കേരളത്തിലെ ജയിലുകൾ തിങ്ങി നിറഞ്ഞു. ജയിലിലേക്ക് ആളുകളുടെ എണ്ണം കൂടി വരുന്നു. പുതിയ ജയിലുകൾ ഉണ്ടാക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ജയിലുണ്ടാക്കണം, അങ്ങനെയാണെങ്കിൽ ജയിലുകൾ സൃഷ്ടിക്കണം. ഒരുപാട് ജയിലുകൾ നിർമ്മിച്ച് ഇത്തരക്കാരെല്ലാം അവിടെ കൊണ്ടു നിർത്തണം.